2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുതര അട്ടിമറി നടന്നെന്ന വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10-15 സീറ്റുകളിൽ കൃത്രിമം നടത്തിയിരുന്നുവെങ്കിൽ പോലും പ്രധാനമന്ത്രിക്ക് നേരിയ ഭൂരിപക്ഷം മാത്രം ലഭിക്കുമായിരുന്നുവെന്നും എന്നാൽ 80ഓളം സീറ്റുകൾ വരെ കൃത്രിമം നടന്നതായി സംശയിക്കുന്നുണ്ട് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധി അട്ടിമറി ആരോപണം ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ഒരു ആറ്റം ബോംബ് തൻ്റെ കയ്യിലുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനം ഇതിനകം തന്നെ മരിച്ചു കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ കസേരയിൽ നേരിയ ഭൂരിപക്ഷത്തോടെ ഇരിക്കുകയാണ് എന്നതാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. അതായത് തങ്ങളുടെ കയ്യിൽ വളരെ ഗൗരവകരമായ ചില ഡാറ്റകളുണ്ട്. അത് പുറത്തുവിടുമ്പോൾ തെരഞ്ഞെടുപ്പ് സംവിധാനം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരും. ഒരു ആറ്റം ബോംബ് പോലെയാണ് അത് എന്നതാണ് രാഹുൽ പറയുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഇതിനകം തന്നെ മരിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. നിങ്ങൾ ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വളരെ നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ. 10 മുതൽ 15 വരെയുള്ള സീറ്റുകൾ കൃത്രിമം നടന്നിരുന്നെങ്കിൽ പോലും പ്രധാനമന്ത്രിക്ക് വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുമായിരുന്നില്ല. എന്നാൽ 70 മുതൽ 80 വരെ സീറ്റുകളിൽ അല്ലെങ്കിൽ 100ഓളം സീറ്റുകൾ വരെ കൃത്രിമം നടന്നതായി ഞങ്ങൾ സംശയിക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അവർ കൃത്രിമം കാണിച്ചത് എന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങൾ തെളിയിച്ചു തരാമെന്നുള്ള വെല്ലുവിളിയും രാഹുൽ നടത്തുന്നുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സ്ഥാപനം ഇന്ന് ഇല്ലാതാക്കപ്പെടുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. തൻ്റെ കൈവശം നേരത്തെ തെളിവുകളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പൊതുജനത്തിനു മുമ്പിൽ ഇത് പറയാൻ കഴിയാതിരുന്നതെന്നും രാഹുൽ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ താൻ വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഈ ഒരു പ്രസ്താവന നടത്തുന്നത്. കാരണം തൻ്റെ കൈവശം 100% തെളിവുകളുണ്ടെന്ന് രാഹുൽ പറയുന്നുണ്ട്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും സംശയമുണ്ടായിരുന്നു. മികച്ച വിജയങ്ങൾ നേടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും അത് പക്ഷേ സംഭവിച്ചില്ല. രാജസ്ഥാനിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഒരു സീറ്റും കോൺഗ്രസിന് ലഭിക്കുന്നില്ല. ഗുജറാത്തിലും ഒരു സീറ്റും കോൺഗ്രസിന് ലഭിക്കുന്നില്ല. ഇത് ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നും രാഹുൽ പറഞ്ഞു വെക്കുന്നു. മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് പക്ഷേ 4 മാസത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടച്ചു നീക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. 3 ശക്തരായ പാർട്ടികൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. ഇതോടെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പായി എന്നും രാഹുൽ പറയുന്നു. ഏതായാലും കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ രാഹുൽ പുറത്തുവിടുമ്പോൾ എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾ എന്നത് കണ്ടറിയേണ്ടതാണ്.